ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണ മിസ് ആണ്. അപ്പൊ മക്കളെ, എല്ലാവർക്കും അറിയാം നമ്മുടെ ഓണപരീക്ഷയുടെ ടൈം ആയിട്ടുണ്ട്. ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് ഗംഭീരമായിട്ട് പഠിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും വളരെയധികം ഇമ്പോർട്ടൻസ് തോന്നുന്ന ഒരു ചാപ്റ്റർ തന്നെയായിരിക്കും ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറയുന്നത്. നമുക്ക് ഓണപരീക്ഷയ്ക്ക് മാത്രമല്ല LSSനും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള പാഠഭാഗം. നമുക്ക് ഈ പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് പഠിച്ചു തീർക്കാനുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം ഈ പാഠഭാഗത്ത് നമ്മളുടെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട്, അല്ലെ, ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ കുറിച്ച്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയിൽ നടന്ന പോരാട്ടങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് ഉണ്ടാവണം. അവരാദ്യം ഇന്ത്യയിലേക്ക് വന്നത് ഇവിടുത്തെ അധികാരം മോഹിച്ചായിരുന്നില്ല. അവർക്ക് ഇവിടെ ഉണ്ടായിരുന്ന സ്പൈസസ്, അല്ലെ, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, പെപ്പർ പോലുള്ള, ഏലം പോലുള്ള ഒരുപാട് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറയായിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ അവരുടെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വ്യാപാരത്തിനായിരുന്നു അവർ ഇന്ത്യയിലേക്ക് വന്നിരുന്നത്. എന്നാൽ കാലക്രമേണ അവർക്ക് മനസ്സിലാവുകയാണ് ഇന്ത്യയിലുള്ള നാട്ടുരാജ്യങ്ങൾ തമ്മിൽ യാതൊരുവിധ യോജിപ്പുമില്ല. ഇവരെ തമ്മിൽ ഭിന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണം കയ്യിലെടുക്കാം എന്നുള്ള ഒരു തോന്നൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഉണ്ടാവുകയും അങ്ങനെ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, പതിയെ പതിയെ നാട്ടുരാജാക്കന്മാരുടെ സഹായത്തോടു കൂടി തന്നെ ഇന്ത്യയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുകയും പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി സ്ഥാപിക്കുകയും അതിലൂടെ പതിയെ പതിയെ ഇന്ത്യയുടെ അധികാരം ഏറ്റെടുക്കുകയും ചെയ്തത്. പിന്നീട് അങ്ങോട്ട്, അല്ലെ, ഒരുപാട് നൂറ്റാണ്ടുകളോളം ഇന്ത്യയുടെ ഭരണം ആരുടെ കയ്യിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടി നിരന്തരമായിട്ടുള്ള കലാപങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടെ നമുക്ക് പറയാം, അല്ലെ, അതിന് കൃത്യമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുകയാണ്. അതിനുശേഷം ഗാന്ധിജിയെ പോലുള്ള ഒരുപാട് നേതാക്കൾ, ഇവരൊക്കെ കൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് വീര്യം പകർന്നപ്പോ 1947 ഓഗസ്റ്റ് 14 രാത്രി, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ അർദ്ധരാത്രിയോടുകൂടെ ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആയിട്ടുള്ള മൗണ്ട് ബാറ്റണിൽ നിന്ന് ഇന്ത്യ എന്ത് ചെയ്യാണ്, സ്വന്തമായിട്ട് അധികാരം ഉണ്ടാകുന്ന ഒരു രാഷ്ട്രമായിട്ട്, ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറുകയാണ്. അപ്പൊ ഈ ഒരു കഥയാണ് നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ പഠിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ട 2 സത്യാഗ്രഹങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഉപ്പ് സത്യാഗ്രഹമാണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്വിറ്റ് ഇന്ത്യ സമരവുമാണ്. 1940 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. എന്തായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്? ഉപ്പ്, അല്ലെ, ഉപ്പ് എങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി എന്ന് മാറിയതിന്റെ കഥയാണ് ഉപ്പ് സത്യാഗ്രഹത്തില് നമ്മൾ പഠിച്ചത്. ഗാന്ധിജിയും ഗാന്ധിജിയുടെ അനുയായികളും ഗാന്ധിജിയുടെ ആശ്രമമായിട്ടുള്ള സബർമതി ആശ്രമത്തിൽ നിന്ന് എവിടേക്കാണ് അവർ പോകുന്നത്? ദണ്ഡി കടപ്പുറത്തേക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്രയെ നമ്മൾ ദണ്ഡി യാത്ര എന്ന് പറഞ്ഞത്. 1930 എന്തായിരുന്നു ഇന്ത്യയിലുള്ള അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപ്പിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അമിതമായിട്ടുള്ള നികുതി ചുമത്തിയിരുന്നു. ദേ ഇമ്പോസ്ഡ് ഹയർ ടാക്സ് ഓൺ സാൾട്ട്. സാധാരണ ജനങ്ങൾക്കും പൈസക്കാർക്കും കുഞ്ഞുങ്ങൾക്കും എന്നില്ലാതെ എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉപ്പിന് അമിതമായിട്ട് നികുതി കൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ അത് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും വലിയ പ്രശ്നമായി മാറി. കാരണം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന് നികുതി കൊടുക്കുമ്പോഴാണ് ബ്രിട്ടീഷ് ഖജനാവിലേക്ക് കൂടുതൽ പൈസ എത്തുക. അപ്പൊ ഇതിനെതിരെ ശബ്ദം ഉയർത്താൻ വേണ്ടി ഗാന്ധിജി തീരുമാനിക്കുകയാണ്. അങ്ങനെ അതുവരെ ഉപ്പ് ആരെങ്കിലും സ്വന്തമായിട്ട് ഈ പറഞ്ഞതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയ കുറ്റമായിരുന്നു. പക്ഷെ ഈ ഒരു നിയമം തെറ്റിക്കാൻ തന്നെ ഗാന്ധിജി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ സമര ചരിത്രത്തിൽ എങ്ങനെ ഉപ്പ് സത്യാഗ്രഹം വലിയൊരു മാറ്റം ഉണ്ടാക്കി എന്നുള്ള കഥ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക, ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ആ വർഷം മറന്നു പോകരുത്. നിങ്ങൾ എപ്പോഴാണ്? 1930 മാർച്ച് 12 1930 മാർച്ച് 12 ഇന്ത്യയിലുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന്, അല്ലെ, തുടക്കം കുറിക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. അതിനുശേഷം നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ചാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യ വിടുക എന്നാണ് അർത്ഥം. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമ്മേളനം അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനം നൽകുന്നത്
ഓഗസ്റ്റ് 9 നേതാക്കളായിട്ടുള്ള ഗാന്ധിജിയെയും നെഹ്റുവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്തായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അന്തിമ പോരാട്ടത്തിന് ഗാന്ധിജി ആഹ്വാനമിടുകയാണ്. ഇന്ത്യയിലുള്ള കുഞ്ഞുങ്ങളും വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും അമ്മമാരും അതേപോലെ തന്നെ വൃദ്ധന്മാരും തുടങ്ങിയ വലിയൊരു വിഭാഗം തന്നെ ഇന്ത്യയുടെ ഈ ഒരു അന്തിമ സമരത്തിന് വേണ്ടിയിട്ട് അണിനിരക്കുകയാണ്. ഈ ഒരു സമര കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ വളരെ പ്രസിദ്ധമാക്കിയിട്ടുള്ള ഒരു മുദ്രാവാക്യമുണ്ട്, ദാറ്റ് ഈസ് ഡു ഓർ ഡൈ. എന്താണ് ഈ ഡു ഓർ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവൃത്തി അല്ലെ, പ്രവൃത്തിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പ്രവർത്തിക്കാതെ ഇരിക്കുന്നത് എന്തിനു തുല്യം തന്നെയാണ്, മരിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള രീതിയിൽ അല്ലെ, അത്രയും വലിയ തീവ്രമായിട്ടുള്ള ഒരു ആശയമാണ് ഗാന്ധിജി മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ആണ് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിക്കപ്പെടുന്നത്. ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗാന്ധിജി അല്ല മക്കളെ, നെഹ്റു ആണ്, ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അതിനുശേഷം നമ്മൾ ഇന്ത്യയിലുള്ള ഫ്രീഡം സ്ട്രഗിൾസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെയും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കേണ്ടതുണ്ട്. മലബാർ കലാപം നിങ്ങൾക്ക് എഴുതാം. തൊട്ടുകൂടായ്മ തുടങ്ങിയ ആയുധോച്ചാടനവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഒക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. ഇനി കുറച്ചും കൂടെ വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ അല്ലെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെയധികം അടയാളപ്പെടുത്തിയ ഒരു മലയാളി വ്യക്തിയുണ്ട്. അതാരാണ്? പഴശ്ശിരാജയാണ് അല്ലെ, പഴശ്ശിരാജ. അതേപോലെ തന്നെ കെ കേളപ്പനെയും ഒക്കെ നമുക്ക് ഓർത്തു വെക്കേണ്ടതുണ്ട്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കെ കേളപ്പൻ എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം. ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ അതെല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പൊ ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ ഇപ്പോഴേ തുടങ്ങണം. കാരണം പുതിയ പുതിയ പേരുകളാണ് നിങ്ങൾ അധികവും പഠിക്കുക. അപ്പൊ ഓരോ പേരും ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യം നിങ്ങൾ വായിച്ചു നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണെന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എന്താണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്? ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. അതായത് എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ എന്നുള്ള പുസ്തകം ആരുടേത്? ഗാന്ധിജിയുടെ ആത്മകഥയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ജവഹർലാൽ നെഹ്റുവിനെ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചത്, കുട്ടികളെ ഒരുപാട് സ്നേഹിച്ച വ്യക്തി, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തത്വചിന്തകന്മാരിൽ ഒരാൾ. ഇദ്ദേഹത്തെ നമ്മൾ ചാച്ചാജി എന്ന് സ്നേഹത്തോടെ വിളിച്ചപ്പോൾ ഗാന്ധിജിയെ നമ്മൾ ബാപ്പുജി എന്നാണ് വിളിച്ചതെന്ന് ഓർത്തിട്ടുണ്ടാവണം. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ടീച്ചർ ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വീഡിയോ എന്ത് ചെയ്യുക, എല്ലാവരും കണ്ടു നോക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ പരീക്ഷയ്ക്ക് വളരെയധികം എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ത്യയിലുള്ള ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണ എന്റെ കുട്ടികൾക്ക് ഉണ്ടാവണം. അങ്ങനെ നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിനൊടുവിൽ അല്ലെ, നൂറ്റാണ്ടുകളോളമുള്ള പോരാട്ടത്തിനൊടുവിലാണ് 1947 ഓഗസ്റ്റ് 15 അല്ലെ നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പൊ ഈ വർഷവും നമ്മൾ മറ്റൊരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്കാണ് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പരിപാടികൾ നിങ്ങളുടെ സ്കൂളുകളിൽ വരാറുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് സൈലത്തിന്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ സൈലത്തിലെ 4ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് ഉണ്ട്, പ്രാണ ബാച്ച് എന്നാണ് നമ്മുടെ ബാച്ചിന്റെ പേര്. നിങ്ങൾക്ക് LSSും അതുപോലെ തന്നെ സ്കൂൾ പ്രിപ്പറേഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. മാത്രമല്ല സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ പഠനം ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു 10% ഓഫർ കൂടെ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓഫറോട് കൂടി തന്നെ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പുതുപുത്തൻ ടാബ്ലറ്റിൽ. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി സാധിക്കും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുന്നത് ഇന്ത്യയെ കുറിച്ചാണ്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഉള്ള ഇന്ത്യയെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം ഇന്ത്യ എന്നുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെ,
സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും, അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള കുറച്ച് സ്റ്റേറ്റുകൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു കാലഘട്ടത്തിൽ ഭരണത്തില് എന്ത് ചെയ്തിട്ടില്ല, സ്വാതന്ത്ര്യം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ നാട്ടുരാജ്യങ്ങളായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. അവസാനം എന്ത് ചെയ്തു, സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ അല്ലെ ഇങ്ങനെ വിട്ടുപോയിരിക്കുന്ന ആളുകളെയും കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് ഇന്ത്യ എന്നുള്ള രാജ്യമായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പൊ ഇങ്ങനെ മാറിക്കഴിഞ്ഞ സമയത്ത് അല്ലെ ഇന്ത്യക്ക് തീർച്ചയായിട്ടും എന്തിന്റെ ആവശ്യമുണ്ട്, ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇന്ത്യയിലുള്ള ഓരോ ആളുകളെയും അല്ലെ കൺസിഡർ ചെയ്തുകൊണ്ട്, ഓരോ ആളുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നിയമം ഉണ്ടാവേണ്ടിയിരുന്നു. ഇവിടെയുള്ള ആളുകൾ എല്ലാവരും തുല്യരാണ് എന്ന് നമുക്ക് നിയമത്തിലൂടെ ഉറപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ഭരണഘടന അല്ലെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയാണ് ഡോക്ടർ ഭീമറാവു അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കറിനെയാണ്. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നത്. ആ ഡേറ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, there will be question regarding Indian constitution. ആരാണ് എന്നുള്ളതിന് അല്ലെ ഡോക്ടർ ഭീമറാവു അംബേദ്കറുടെ ലീഡർഷിപ്പിലാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് എഴുതി തയ്യാറാക്കപ്പെട്ട അല്ലെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്തുകൊണ്ടാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നത്? നമ്മൾ ഒരു രാജ്യത്തിന്റെയും ഭരണഘടന അതുപോലെ എടുത്തിട്ടില്ല. ഓരോ രാജ്യത്തിന്റെയും ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ബോറോ ചെയ്തു, നമ്മൾ കടമെടുത്തു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും അല്ലെ വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെട്ടപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴും ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് തുടരുന്നുണ്ടെങ്കിൽ അതിന് വളരെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും അല്ലെ ഭരണഘടന കുറെ അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന അവകാശങ്ങൾ അല്ലെ നിങ്ങളുടെ മൗലിക അവകാശങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും എതിർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാം. അതേപോലെ തന്നെ കോടതി നിങ്ങൾക്ക് എന്ത് ചെയ്യും, സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അയൽരാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും നിങ്ങൾക്കറിയാം. ഒരു മാപ്പ് നോക്കുന്ന സമയത്ത് ഇന്നത്തെ ഇന്ത്യയുടെ മാപ്പ് പ്രകാരം 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്. ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെ അറിഞ്ഞിരിക്കണം, കേന്ദ്രഭരണ പ്രദേശങ്ങളെ അറിഞ്ഞിരിക്കണം. ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞു വെക്കണം. നമ്മുടെ കേരളത്തിനോട് അടുത്ത് കിടക്കുന്നത് പോണ്ടിച്ചേരി എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. കാരണം നമ്മുടെ കേരളത്തിനോട് വളരെ അടുത്തായിട്ട് തന്നെ കേരളത്തിന്റെ അതേ ഒരു ചുറ്റുപാടിൽ തന്നെയാണ് നമുക്ക് മാഹി കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോണ്ടിച്ചേരി നമുക്ക് വളരെ അടുത്താണ് എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അല്ലെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യക്ക് ദേശീയ സ്വന്തമായിട്ട് അല്ലെ ദേശീയ ഗാനമുണ്ട്, ദേശീയ ഗീതമുണ്ട്, ദേശീയ വൃക്ഷമുണ്ട്, ദേശീയ ചിഹ്നമുണ്ട്, ഇന്ത്യൻ കറൻസി ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയിരിക്കുന്നത് ആരാണ്? ദേശീയ ഗാനമാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്, ദേശീയ ഗീതമല്ല. ദേശീയ ഗീതവും ഗാനവും മക്കൾക്ക് മാറിപ്പോവാറുണ്ട്. ദേശീയ ഗീതം, ഗീതം എന്ന് പറയുമ്പോൾ സോങ് ആണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം എഴുതിയിരിക്കുന്നത് വന്ദേ ഭാരതം എന്ന് പറയുന്ന വന്ദേ മാതരം എഴുതിയിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായ ആനന്ദമഠത്തിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ദേശീയ ഗീതമാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ദേശീയ ഗാനം ഉണ്ട്. ദേശീയ ഗാനം ഏതാണ്? യെസ്, നാഷണൽ ആന്തം ആണ്. ജനഗണമന എന്ന് തുടങ്ങുന്ന നമ്മുടെ ദേശീയ ഗാനം 52 സെക്കൻഡ് ആണ് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. രവീന്ദ്രനാഥ ടാഗോർ ആണ് എഴുതിയിരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ ഗാനം. ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒന്ന് നാഷണൽ സോങ് ആണ്, ഒന്ന് നാഷണൽ ആന്തം ആണ്. ആന്തം എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ. നാഷണൽ സോങ് ആരാണ്? വന്ദേ മാതരവുമാണ്. ഒരിക്കലും നമ്മൾ ഈ പറയുന്ന ദേശീയ
ഗാനം അല്ലെങ്കിൽ ദേശീയ ഗീതമൊക്കെ ആലപിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ തോന്നിയ പോലെ ഒന്നും നമ്മൾ ഇരിക്കാനോ നിൽക്കാനോ പാടില്ല. അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഫോമാറ്റ് ഉണ്ട്. ദേശീയ ഗാനം ആലപിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മൾ അറ്റൻഷനായി നിന്നിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ചൊല്ലാറുള്ളൂ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അതേപോലെ ഇവിടുന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ് കലകൾ പലവിധം. ഇന്ത്യക്ക് ഒരുപാട് വലിയ കൾച്ചറുകളുണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് സംസ്ഥാനങ്ങളുള്ളതുകൊണ്ട് ഒരുപാട് ഭാഷകളുണ്ട്. ഒരുപാട് ഭാഷകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. ഒരുപാട് സംസ്കാരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കലകളുമുണ്ട്. കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാ? ആന്ധ്രാപ്രദേശിന്റെയാ. കഥക്ക് ഉത്തർപ്രദേശിന്റെയാ. മോഹിനിയാട്ടം കേരളത്തിൻ്റെതാണ്. മണിപ്പൂരി ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, മണിപ്പൂരിൻ്റെതാണ്. ഭരതനാട്യം തമിഴ്നാടിൻ്റെതാണ്. കേരളത്തിന്റെ കഥകളിയെയും നമുക്കിപ്പോ ഓർത്തു വെക്കാം. അപ്പൊ ഓരോ നാടിന്റെയും തനതായിട്ടുള്ള കുറെ കലാരൂപങ്ങൾ നമുക്കുണ്ട്. ഈ കലാരൂപങ്ങളും ഒക്കെയുണ്ട്, ഒരുപാട് കലാരൂപങ്ങളുണ്ട് അല്ലെ. പക്ഷെ എന്നിരുന്നാലും അല്ലെ, എല്ലാ ആഘോഷങ്ങളും നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പല രീതിയിലാണ് ആഘോഷിക്കാറ്. ഓരോ ആളുകളും അല്ലെ പല രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും, ഭാഷയിലുള്ള വ്യത്യാസം, മതത്തിലുള്ള വ്യത്യാസം, ജാതിയിലുള്ള വ്യത്യാസം, ഇങ്ങനെ കുറെ വ്യത്യാസങ്ങൾ ഇന്ത്യയിലുള്ള ആളുകൾ തമ്മിലുണ്ടെങ്കിലും ഇന്ത്യയിലുള്ള ആളുകൾ എല്ലാവരും തന്നെ സഹോദരീ സഹോദരന്മാരാണ്, സഹോദര തുല്യരാണെന്നാണ് നമ്മൾ കണക്കാക്കാറ്. അതുകൊണ്ടാണ് പ്രതിജ്ഞയിൽ നമ്മൾ അങ്ങനെ പറയാറ്. മാത്രമല്ല അല്ലെ, എന്തൊക്കെ ഉണ്ടെങ്കിലും നാനാത്വത്തിലുണ്ടെങ്കിലും നമുക്ക് എന്തുണ്ട്, ഒരു യൂണിറ്റി ഉണ്ട്. അപ്പൊ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, പലവിധ വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു ബോധം നമ്മൾക്കുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, ഒറ്റ കെട്ടാക്കി മാറ്റും എന്നുള്ളതാണ് ഈ ഒരു പാഠം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചാപ്റ്റർ, ഒരുപാട് വീഡിയോസ് ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ വീഡിയോസിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല അരുണിമ മിസ് ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് അല്ലെ, നിങ്ങൾ ഇതിന്റെ ലൈവ് ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ലൈവ് ക്ലാസ്സുകൾ നമുക്ക് ഇനി അങ്ങോട്ട് മാരത്തോണുകൾ ഉണ്ടാവും. മാരത്തോണുകളിൽ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ചാപ്റ്റർ മാത്രമല്ല, EVS-ലുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെയും വീഡിയോസ് അടങ്ങിയിട്ടുള്ള കോണ്ടന്റുകളായാലും ലൈവ് വീഡിയോസ് ആയാലും നിങ്ങൾക്ക് കാണാം. EVS മാത്രമല്ല, നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കേണ്ട എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ആപ്പിൽ എല്ലാ ദിവസവും നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആപ്പ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ ആപ്പ് കൂടെ പർച്ചേസ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഈ പ്രാവശ്യത്തെ ഓണപരീക്ഷ ഗംഭീരമായിട്ട് എഴുതാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.